അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത്. ഇവിടെ ആൻസർ ഉണ്ട്, യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. നമ്മൾ ഇന്നലെ റിവിഷൻ പറഞ്ഞ സമയത്ത് അവസാനത്തെ പാഠത്തിലെ അൽ അദദുൽ അസ്ലി, അൽ അർഖാം, അൽ അദദു തർതീബി ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അസാബിഉ, അസാബിഉ എന്ന് പറഞ്ഞാൽ എന്താ? ഏഴാമത്തെ എന്നാണ് അർത്ഥം. അസാബിഉ ഏഴാമത്തെ. ഇനി അൽ ഹാദി അഷറ എന്ന് പറഞ്ഞാൽ 11ാമത്തെ, 11ാമത്തെ. സബ്അത്തുൻ, സബ്അത്തുൻ എന്ന് പറഞ്ഞാൽ 7. ഇവിടെ 7 അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, 7. അടുത്തത് സലാസത അഷറ, സലാസത അഷറ എന്ന് പറഞ്ഞാൽ 13. ഇവിടെ 13 അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഖംസത അഷറ, ഖംസത അഷറ എത്ര? 15. ഖംസത അഷറ 15. ഇനി അടുത്തത് അത്താസിഉ എന്ന് പറഞ്ഞാൽ 9ാമത്തെ, 9ാമത്തെ. ഈ രൂപത്തിലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തത് നുകമ്മിലുൽ ഫറാഗ, ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ബ്രാക്കറ്റിൽ അതിന്റെ ഉത്തരം തന്നിട്ടുണ്ട്, ഓപ്ഷൻ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അത്വാലിബാനി, അത്വാലിബാനി എന്ന് പറഞ്ഞാൽ 2 വിദ്യാർത്ഥികൾ ഡാഷ് ദുറൂസഹുമ, അവരുടെ പാഠങ്ങൾ പഠിക്കുന്നു. അപ്പൊ യദുറുസാനി എന്നുണ്ട്, തദുറുസാനി എന്നുണ്ട്, യദുറുസു എന്നുമുണ്ട്. നമുക്കറിയാം അത്വാലിബാനി എന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടികളായ വിദ്യാർത്ഥികളാണ്, മറ്റേത് വിദ്യാർത്ഥിനി എന്നല്ല പറയാം. അപ്പൊ അത്വാലിബാനി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്, 2 വിദ്യാർത്ഥികൾ, ആൺകുട്ടികളാണ്. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ആണുങ്ങളെ സൂചിപ്പിക്കാൻ യാവും, പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ താവുമാണ്. അപ്പൊ യദുറുസാനി, അത്വാലിബാനി യദുറുസാനി, ഇതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് അൽ ബനാത്തു, ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, കുറെ ആളുകളുണ്ട്. അൽ ബനാത്തു ഡാഷ് അൽ ജരീദ, ജരീദ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ. അപ്പൊ പെൺകുട്ടികൾ കുറെ ഉണ്ട്. അപ്പൊ യഖ്റഉ യഖ്റആനി, തഖ്റഉ തഖ്റആനി, യഖ്റഇന യഖ്റഇന. കണ്ടോ, ഇവിടെ യഖ്റഇന, കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവുമ്പോൾ യഖ്റഇന എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ അൽ ബനാത്തു യഖ്റഇനൽ ജരീദ. ഇനി അടുത്തത് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസ, ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ യദ്ഹബു യസ്റഉ തദ്ഹബു, ഇവിടെ ഉസ്താദ് ആണായതുകൊണ്ട് യദ്ഹബു എന്നാണ് ഇവിടെ വേണ്ടത്. ഇനി അടുത്തത് ദഹബ സിനാനുൻ, സിനാനു പോയി. എന്ത്? ഡാഷ് അൽ ഹദീക, ഹദീക എന്ന് പറഞ്ഞാൽ ഗാർഡൻ, പൂന്തോട്ടം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ദഹബ സിനാനുൻ, സിനാനു പോയി. ലിസിയാറത്തിൽ ഹദീക, ലിസിയാറത്തിൽ ഹദീക. ഇനി അടുത്തത് അർരിജാലു, അർരിജാലു പുരുഷന്മാർ ഡാഷ് ബിൽ ഖുറത്തി, ബോൾ കൊണ്ട്. അപ്പോ അർരിജാലു, അർരിജാലു കുറെ ആളുകളുണ്ടല്ലോ. അർരിജാലു യൽഅബൂന ബിൽ ഖുറത്തി, അർരിജാലു യൽഅബൂന ബിൽ ഖുറത്തി എന്നാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ഉക്തുബിൽ ജംഅ, മുഫ്രദ് ഇവിടെ തന്നിട്ടുണ്ട്, സിംഗുലർ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. ജംഅ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ജംഅ. ഒന്നാമത്തത് എന്താ? ഹയവാനുൻ, ഹയവാനുൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവി എന്നാണ്. അപ്പൊ ഹയവാനാത്ത്, ഇവിടെ ഹയവാനാത്ത് എന്ന് വേണം, എന്നാലാണ് ഇതിന്റെ ജമ്മാവുക. ഹയവാനുൻ ജംഅ ഹയവാനാത്ത്. അടുത്തത് ത്വയ്ർ, ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്. ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി. അപ്പൊ തുയൂർ, തുയൂർ എന്നുള്ളതാണ് ഇവിടുത്തെ ജംഅ. ത്വയ്റുൻ ജംഅ തുയൂർ. ഇനി അടുത്തത് ഹദീഖത്ത്, ഹദീഖത്ത് എന്നുള്ളതിന്റെ ജംഅ ഏതാ? ഹദായിഖ്, ഹദായിഖ് എന്നുള്ളതാണ് ഈ ഹദീഖത്തുൻ എന്നുള്ളതിന്റെ ജംഅ. അപ്പൊ ഹയവാനുൻ ഹയവാനാത്ത്, ത്വയ്റുൻ തുയൂർ, ഹദീഖത്തുൻ ഹദായിഖ്. ഇനി ഷജറുൻ മരം, മരങ്ങൾ എന്ന് വേണമെങ്കിൽ അഷ്ജാർ എന്ന് എഴുതണം, അഷ്ജാർ. ഇനി ഇബ്ന്, ഇബ്നുൻ എന്നുള്ളതിന്റെ ജംആണ് അബ്നാഉൻ, അബ്നാഉൻ എന്നുള്ളത്. അടുത്തത് ഖഫസുൻ, ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട്, അതിന്റെ ജംഅ ഏതാണ്? അഖ്ഫാസുൻ, അഖ്ഫാസുൻ. ഈ രൂപത്തിലാണ് ഇതിന്റെ ജംഅ എഴുതേണ്ടത്. ജംഅ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം എഴുതേണ്ടത്. ഇനി അടുത്തത് നുകമ്മിലുൽ ജദ്വൽ, ഈ പട്ടിക പൂർത്തിയാക്കാനാണ്. ഇവിടെ
അൽ മുഫ്രദ്, അൽ മുസന്ന, അൽ ജംഅ്. ഇവിടെ മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. യഫ്അലു, യഫ്അലു എന്നുള്ളതിന്റെ ഫസ്റ്റ് ഫോം. യഫ്അലു എന്ന് പറഞ്ഞാൽ എന്താ? അവനൊരു പുരുഷൻ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവിടെ അതിന്റെ മുസന്ന രണ്ടാളുകൾ പ്രവർത്തിക്കുന്നു, കുറെ ആളുകൾ പ്രവർത്തിക്കുന്നു. അപ്പൊ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. ഇനി പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നത് മുഅന്നസ് തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന. ഈ രൂപത്തിലാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് മുതർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഇൻതഹൽ ഇംതിഹാനു സനവിയു. ഈ അറബി പദം, ഈ അറബി സെന്റൻസിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇൻതഹ അവസാനിച്ചു, അൽ ഇംതിഹാനു പരീക്ഷ. ഏത് പരീക്ഷ? സനവിയു, വാർഷിക പരീക്ഷ. അപ്പൊ ഇൻതഹൽ ഇംതിഹാനു സനവിയു, വാർഷിക പരീക്ഷ അവസാനിച്ചു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ഹാമിദുൻ, ഹാമിദുൻ താലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅ. ഹാമിദുൻ താലിബുൻ, ഹാമിദ് വിദ്യാർത്ഥിയാണ്. എങ്ങനത്തെ വിദ്യാർത്ഥിയാണ്? മാഹിറുൻ, നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു സിറാഅ, അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഹാമിദ് മിടുക്കനായ വിദ്യാർത്ഥിയാണ്, അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് നുഅരിബ്, അറബിയാക്കാനാണ്. രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു. രണ്ട് പെൺകുട്ടികൾ, പെൺകുട്ടികൾക്ക് നമ്മൾ എന്താ പഠിച്ച്? അൽ ബിൻതാനി, ബിൻതാനി, ബിൻത്ത് പെൺകുട്ടി, ബിൻതാനി കളിക്കുന്നു. അപ്പൊ രണ്ട് പെൺകുട്ടികളാവുമ്പോ യൽഅബു എന്നുള്ളതിന്റെ മുഅന്നസ് ഫോം വേണം, തൽഅബാനി. അപ്പോ അൽ ബിൻതാനി തൽഅബാനി എന്നാണ് വേണ്ടത്. അൽ ബിൻതാനി തൽഅബാനി. ഇനി അടുത്തത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. എഴുതുന്നു എന്നുള്ളതിന് എന്താണ്? എഴുതുന്നു എന്നുള്ളതിന് യക്തുബു എന്നാണ്. ആൺകുട്ടി എന്നുള്ളതിന് വലത്. അപ്പൊ അൽ വലദാനി യക്തുബാനി, അൽ വലദാനി യക്തുബാനി, യക്തുബു യക്തുബാനി. ഇങ്ങനെയാണ് ഇവിടെ അറബിയാക്കേണ്ടത്. ഇനി ഇവിടെ നുകമ്മിലു ബിമാ ഫിൽ ഖൗസൈൻ, ഇവിടെ ശരിയായതെടുത്ത് എഴുതുകയാണ് വേണ്ടത്. യൗമഇദിൻ ഡാഷ് അഖ്ബാറഹ. അപ്പൊ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഇനി അടുത്തത് വഅന അവ്വലുൽ മുഅ്മിനീൻ. പിന്നെ അവസാനത്തത് വയഖൂലൂന ഖംസതുൻ സാദിസുഹും. ഇതാണ് ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിന്റെ ഉത്തരങ്ങൾ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.